വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് പൂക്കാട്ടുപടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡന്റ് വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ 2 വീടുകളാണ് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അതിലെ 3 BHKയുടെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. 3.5 സെന്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും വർക്ക് ഏരിയയും 2 കാർ പാർക്കിംഗ് സ്പേസും അടങ്ങുന്നതാണ് ഈ ഒരു മനോഹരമായ വീട്. ഈ വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് വെറും 700 മീറ്ററും, ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും, സമർട്ടൺ ഹോസ്പിറ്റലിലേക്ക് 2 കിലോമീറ്ററും, ചാർട്ടർ ആൻഡ് കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 1 കിലോമീറ്ററും, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 5 കിലോമീറ്ററും, കാക്കനാടേക്ക് 11 കിലോമീറ്ററും, എടപ്പള്ളിയിലേക്ക് 12 കിലോമീറ്ററും, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 8 കിലോമീറ്ററും, മെട്രോ സ്റ്റേഷനിലേക്ക് 9.5 കിലോമീറ്ററും, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 18 കിലോമീറ്ററും, റെയിൽവേ സ്റ്റേഷനിലേക്ക് 8.5 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസായി വരുന്നത്. ഈ ഒരു മനോഹരമായ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു മനോഹരമായ വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോക്സി എലിവേഷൻ നൽകി ടെക്സ്ചർ പെയിൻറ് വർക്കുകളും സിലിണ്ടറിക്കൽ ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനുമാണ് നൽകിയിരിക്കുന്നത്. 5 മീറ്ററോളമാണ് ഇന്റേണൽ റോഡ് വരുന്നത്. ഇന്റർലോക്കിംഗ് കട്ടകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. ഒരേ സമയം 2 വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയും. കോമ്പൗണ്ട് വാൾ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭംഗിയുള്ള ഡിസൈൻ നൽകി 4-വേ ലൈറ്റും വരുന്നുണ്ട്. കോമ്പൗണ്ട് വാൾ പില്ലറിൽ ഷോ ലൈറ്റ്സും വരുന്നുണ്ട്. ഗേറ്റിന്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. വീടിന്റെ മുറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്റർലോക്ക് കട്ടകളും കോബിൾ സ്റ്റോണുമാണ് വിരിച്ചിരിക്കുന്നത്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 SUV കാർ പാർക്കിംഗ് സ്പേസ് ആണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കവേർഡ് കാർ പാർക്കിംഗ് വരുന്നത്. പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. വീടിന്റെ ഫ്രണ്ട് സൈഡായ വെസ്റ്റ് സൈഡിലായിട്ടാണ് രണ്ടാമത്തെ കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത്. ഈ വീടിന്റെ 4 സൈഡിലും അത്യാവശ്യം സ്പേസ് നൽകിയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഗാർഡൻ ചെയ്യാനുള്ള സ്പേസ് ഒക്കെ വരുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ടാണ് കിണർ വരുന്നത്. അതുപോലെ തന്നെ കിച്ചണിനോട് തൊട്ട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും നൽകിയിട്ടുണ്ട്. വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റും ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു സിറ്റ് ഔട്ടിൽ 3-4 ചെയർ ഇടാനുള്ള സ്പേസ് വരുന്നുണ്ട്. മുകളിൽ സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന്റെ മെയിൻ ഡോർ മഹാഗണിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ സ്പേഷ്യസ് ആയ ലിവിംഗിലേക്കാണ്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു കോർണർ സോഫ സെറ്റിനും കോഫി ടേബിളും ഉള്ള സ്പേസ് നമ്മുടെ ലിവിംഗ് ലഭിക്കുന്നുണ്ട്. വലുപ്പമുള്ള വെന്റിലേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ വരുന്നത്. ഭംഗിയുള്ള ഡിസൈനാണ് TV യൂണിറ്റിന് നൽകിയിരിക്കുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ നൽകിയിട്ടുണ്ട്. ലിവിംഗിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിന്റെ താഴ്ഭാഗത്ത് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇമ്പോർട്ടൻ്റ് ഉള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ഡൈനിങ്ങിൽ ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ വളരെ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം വെന്റിലേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. ഡൈനിങ് സ്പേസിലും സീലിംഗ് വർക്കുകളൊക്കെ നൽകിയിട്ടുണ്ട്. ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ വരുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. സ്റ്റോറേജ് വരുന്നുണ്ട്. ഒരു സൈഡിലായിട്ട് ഒരു പാർട്ടീഷനും നൽകിയിട്ടുണ്ട്. ഈ വീട്ടിൽ ലെഗ്രാൻഡിന്റെ സ്വിച്ചസും വിഗാന്റെ വയസ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്ലോസി പാറ്റേണിലുള്ള ടൈലുകളാണ് ഫ്ലോറിംഗിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വുഡിന് ആഞ്ഞിലിയും മഹാഗണിയുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചന്റെ എൻട്രൻസ് ഭാഗത്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ സ്റ്റോറേജ് ആണ് വരുന്നത്. ഫ്രണ്ടിലായിട്ട് ഇനി ഒരു പാനലിംഗ് വർക്ക് കൂടി വരാനുണ്ട്. മുകളിൽ ഹാങ്ങിങ് ലൈറ്റും സ്പോട്ട് ലൈറ്റും എല്ലാം നൽകിയിട്ടാണ് വന്നിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു കിച്ചണിന് ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് ധാരാളം നൽകിയിട്ടുണ്ട്. വലുപ്പമുള്ള സിങ്കും 2 ടാപ്പും വരുന്നുണ്ട്. കൗണ്ടർ സ്പേസിനോട് ചേർന്ന് അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് വരുന്നത്. നമുക്ക് ഈ വീടിന്റെ താഴത്തെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിന്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 14 അടിയോളം നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സീലിംഗ് വർക്കുകളും വന്നിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന്റെ ഒരു കോർണറിലേക്ക് മാറി വലിപ്പമുള്ള വാൾഡ്രോബ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് വരുന്നത്. എല്ലാം തന്നെ സെറയുടെ ജാഗോറിന്റെ ഫിറ്റിംഗ്സ് ആണ് ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ SS-ലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി നമ്മൾ എത്തിച്ചേരുന്നത് വിശാലമായ ഒരു അപ്പർ ലിവിങ്ങിലേക്കാണ്. അപ്പർ ലിവിങ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നാണ് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ട് നമുക്ക് പവർ പോയിന്റും കാര്യങ്ങളും വരുന്നുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ മറ്റൊരു കോർണറിലേക്ക് മാറിയിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്.
ഈ ഒരു പാസേജിലൂടെയാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോർ സ്കിൻ ഡോറിലാണ് വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിനും 14 അടിയോളം നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിനും ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള വാൾഡ്രോബ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് വരുന്നത്. എല്ലാം തന്നെ സെറയുടെ ജാഗോറിന്റെ ഫിറ്റിംഗ്സ് ആണ് ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോർ സ്കിൻ ഡോറിലാണ് വരുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12 അടി നീളവും 9 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സീലിംഗ് വർക്കുകളോട് കൂടിയ ഈ ഒരു ബെഡ്റൂമിനും ഒരു കോർണറിലേക്ക് മാറി അത്യാവശ്യം വലുപ്പമുള്ള വാൾഡ്രോബ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് വരുന്നത്. എല്ലാം തന്നെ സെറയുടെയും ജാഗോറിന്റെയും ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ സ്പേഷ്യസ് ആയ യൂട്ടിലിറ്റി വരുന്നത്. ഫുള്ളി കവർ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിന്റെ ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്ന് തന്നെയാണ് മുകളിലെ ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയറും വരുന്നത്. നമുക്കിനി ഈ വീടിന്റെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്ക് വരാം. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാൽക്കണിയുടെ ഹാൻഡ് റെയിൽ എസ്എസ്എൻ ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗിൽ ലൂവോഡ് ഡിസൈനിലുള്ള പാനലിംഗ് ഒക്കെ ചെയ്ത് സിലിണ്ടറിക്കൽ ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. 3 സെന്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും വർക്ക് ഏരിയയും 2 കാർ പാർക്കിംഗ് സ്പേസും അടങ്ങുന്ന ഈ ഒരു മനോഹരമായ വീടിന് ചോദിക്കുന്നത് 75 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ, വില്ലകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും വീടുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും ബ്രോക്കറേജ് ഫീ ഇല്ലാതെ ഇവയെല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേസ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.